നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നാം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ 2 മാസത്തിൽ അവരോട് അടുക്കണം, മാനസികമായിട്ട് അടുക്കണം. നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം എന്തും തുറന്നു പറയാനുള്ള ഒരു അവസരം നമ്മുടെ മുന്നിൽ ഉണ്ടാകണം. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹാഫിദു അലാ അബ്നായിക്കും ബിസ്സലാത്ത്, നിങ്ങളുടെ മക്കളുടെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ കാണിക്കണം. വഅഉദൂഹുൽ ഖൈർ, നന്മകൾ നിങ്ങൾ അവരെ കൊണ്ട് ശീലമാക്കിപ്പിക്കണം. ഫഇന്നൽ ഖൈറ ആദ, കാരണം ഖൈർ നന്മകൾ അത് ആദത്തുകളാണ്, ശീലമാണ് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതുകൊണ്ട് നന്മകൾ അവർ ശീലിപ്പിക്കുക, നിസ്കാരങ്ങൾ ശീലിപ്പിക്കുക, നോമ്പുകൾ ശീലിപ്പിക്കുക, നിഖാബ് ഹിജാബ് പൂർണ്ണമായി ശരീരം മറയുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ പെൺകുട്ടികളെ കൊണ്ട് ശീലമാക്കിപ്പിക്കുക. എത്രത്തോളം എന്ന് വെച്ചാൽ പിന്നീട് അവർ അവരുടെ ജീവിതത്തിൽ തീരുമാനമെടുക്കേണ്ട സമയത്തേക്ക് വരുമ്പോൾ ഈ ശീലങ്ങളെ മാറുന്നത്, ഈ ശീലങ്ങളെ തൊട്ട് തിന്മകളിലേക്ക് തെറ്റിപ്പോകുന്നത് അവർക്ക് അസ്വസ്ഥത തോന്നാം. അതുവരെ നിങ്ങൾ നന്മകൾ അവരെ കൊണ്ട് ശീലമാക്കിപ്പിക്കുക. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വാചകത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് അതാണ്. ഫുളൈൽ ഇബ്നു അയാദ് റഹിമഹുല്ലാഹ് പറഞ്ഞു, റഅ മാലിക് ഇബ്നു ദീനാർ റജുലൻ യുസീഉ സ്വലാതഹു, മാലിക് ഇബ്നു ദീനാർ ഒരു മനുഷ്യൻ അവന്റെ നിസ്കാരം തെറ്റായ രൂപത്തിൽ നിസ്കരിക്കുന്നതായി കണ്ടു. ഫഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മാ റഹമനി ബിഅയാലിഹി, ഞാൻ അദ്ദേഹത്തിന്റെ ഈ നിസ്കാരം തെറ്റായ രൂപത്തിൽ നിർവഹിക്കുന്നവന്റെ കുടുംബത്തെ ആലോചിച്ച് ഞാൻ സഹതപിക്കുകയാണ്. ഫഖീല ലഹു, അദ്ദേഹത്തോട് പറയപ്പെട്ടു, യാ അബാ യഹ്യ, അല്ലയോ അബൂ യഹ്യ, മാലിക് ഇബ്നു ദീനാർ യുസീഉ ഹാദാ സ്വലാതഹു വതർഹമു അയാലഹു, ഇദ്ദേഹമാണ് നിസ്കാരം തെറ്റായി നിസ്കരിക്കുന്നത്, പിന്നീട് നിങ്ങൾക്ക് എന്തിനാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തെ ആലോചിച്ച് സഹതപിക്കേണ്ട കാര്യം വരുന്നത്? അദ്ദേഹം പറഞ്ഞു, ഇന്നഹു കബീറുഹും വമിൻഹു യതഅല്ലമൂന, അവനാണ് അവരിലെ കുടുംബത്തിലെ മുതിർന്നവൻ, അവരെ കണ്ടിട്ടാണ് ഇവർ പഠിക്കുന്നത് എന്ന് മാലിക് ഇബ്നു ദീനാർ പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൂടെ അവരെ കൂട്ടണം. ശീലിപ്പിക്കുക എന്ന് വെച്ചാൽ എപ്പോഴും കണ്ണുരുട്ടി നെറ്റി ചുളിച്ചിട്ടുള്ള ശീലിപ്പിക്കലല്ല, പകരം നമ്മിൽ നിന്ന് അവർ കാണണം, നമ്മുടെ വാക്കുകളെക്കാളും നമ്മുടെ പ്രവർത്തനങ്ങളാണ് അവരിൽ സ്വാധീനം ചെലുത്തുന്നത് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. കൂടെ കൂട്ടുക, നന്മകൾ നമ്മിൽ നിന്ന് അവർ കണ്ടുപഠിക്കട്ടെ.